ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് AI. ഓരോ ദിവസവും AIയിൽ അതിശയകരമായ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളും AIക്ക് പിന്നാലെയാണ്. AI മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയിലും ഗവേഷണത്തിലും വലിയ നിക്ഷേപങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. AI മുന്നേറ്റങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് US തന്നെയാണ്. ഓപ്പൺ AI, ഗൂഗിൾ, ഡീപ് മൈൻഡ്, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ തുടങ്ങിയ ആഗോള കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത് അമേരിക്കയിലാണ്. ഏറ്റവും വലിയ AI ലാംഗ്വേജ് മോഡൽസ്, ചിപ്പ് ടെക്നോളജി, ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്നിവയെല്ലാം US-ൽ നിന്നാണ്. ടെക് മുന്നേറ്റങ്ങളിൽ മുൻപന്തിയിലുള്ള ചൈന 4-ാം സ്ഥാനത്താണ്. ആഗോള AI നവീകരണത്തിൽ ഇന്ത്യക്ക് 7-ാം സ്ഥാനമാണുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ മുന്നേറുവാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യ ഇതിനോടകം 29 പ്രധാന AI മോഡലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ ഇന്ത്യ അനുബന്ധ മേഖലകളിൽ $7.25 ബില്യൺ നിക്ഷേപം നടത്തി കഴിഞ്ഞു. ഇന്ത്യയുടെ AI മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതും ഈ നിക്ഷേപം തന്നെയാണ്. വലിയ ജനസംഖ്യ, വളരുന്ന ഡിജിറ്റൽ ഇന്ത്യ, വിദ്യാഭ്യാസ രംഗത്തെ AI മികവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ത്യയെ AI ഭാവിയിലെ മികച്ച സാന്നിധ്യമായി അടയാളപ്പെടുത്തും. പല രാജ്യങ്ങളും കോടികൾ AI മുന്നേറ്റത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ മികച്ച രീതിയിൽ നടപ്പാക്കിയ ചരിത്രമാണ് രാജ്യത്തിനുള്ളത്. AIയിലും ഈ മാജിക് അധികം വൈകാതെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 വ്യത്യസ്ത പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ AI റാങ്കിംഗ് നടത്തിയിരിക്കുന്നത്. AI മോഡലുകളുടെ എണ്ണം, AI നിക്ഷേപം, AI പേറ്റന്റുകൾ, ദൈനംദിന ജോലികളിൽ AI ഉപയോഗിക്കുന്ന ജീവനക്കാരുടെ എണ്ണം, 10 ലക്ഷം ആളുകൾക്ക് AI അനുബന്ധ ജോലികളുടെ എണ്ണം എന്നിവയാണ് ഈ 5 പോയിന്റുകൾ. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് റാങ്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഇന്ത്യക്ക് 7-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ലിങ്കിയുടെ AI ലിസ്റ്റിൽ 99 പോയിന്റുമായി US 1-ാം സ്ഥാനത്താണ്. 66 സ്കോറുമായി സ്വിറ്റ്സർലൻഡ് 2-ാം സ്ഥാനത്തും. 1ഉം 2ഉം സ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. 54 പോയിന്റുമായി ദക്ഷിണ കൊറിയ 3-ാമതാണ്. 4-ാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് 52 പോയിന്റാണുള്ളത്. 32 സ്കോറുമായി സിംഗപ്പൂർ 5-ാം സ്ഥാനത്തും 29 സ്കോറുമായി കാനഡ 6-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവരാണ് 7, 8, 9 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. ഇറ്റലിയാണ് 10-ാം സ്ഥാനത്തുള്ളത്. എന്നാൽ റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്താണെങ്കിലും AI മുന്നേറ്റത്തിൽ ഇന്ത്യൻ ജനത വളരെ മുൻപന്തിയിലാണ്. കാരണം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 92% ജീവനക്കാരും ഇതിനോടകം AI ഉപയോഗിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ മറ്റു പ്രധാന AI അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കണക്ക് വളരെ കൂടുതലാണ്. ഇന്ത്യൻ ജനത പുതിയ സാങ്കേതിക വിദ്യ വേഗത്തിൽ സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. എന്ത് തന്നെ ആയാലും AI മേഖലയിൽ അതിവേഗം കുതിക്കുകയാണ് ഇന്ത്യ.